ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ഡെഡ് ലൈൻ ഡേ ആണ് ഇന്ന്. പ്രധാനപ്പെട്ട ചില സൈനിങ്സ് സംഭവിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് സഹിൽ ടോര എന്ന് പറയുന്ന താരം HFCയിൽ നിന്ന് ഗോവയിലേക്കുള്ളൊരു ട്രാൻസ്ഫർ ആകുന്നു എന്നുള്ളതാണ്. ഈ ഒരു താരത്തെ ഒരുവിധം സുപരിതനായിരിക്കും. HFCക്ക് വേണ്ടി ആ ഒരു ഫൈനൽ KBFCക്കെതിരെ ആ നിർണായക ഗോൾ നേടിയിട്ടുള്ള താരം തന്നെ. എന്താണെങ്കിലും ഇദ്ദേഹം ഗോവയിലേക്ക് പോകുമ്പോഴത്തേക്കും ചില പ്രത്യേകതകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മനോലോടൊപ്പം വീണ്ടും റീജോയിൻ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം FC ഗോവയിലാണ് അറിയാം ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ISL അല്ലെങ്കിൽ ISL അദ്ദേഹത്തിൻ്റെ കരിയറൊക്കെ തുടങ്ങിയത്. അപ്പം അവിടേക്കുള്ളൊരു തിരിച്ചുപോക്കാണ്. അദ്ദേഹം ഗോവക്കാരൻ കൂടിയാണ്. അതിനോടൊപ്പം അദ്ദേഹം ഒരു പറയുകയാണെങ്കിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ള കളിക്കാരനാണ്. ഒരു നല്ല പ്ലെയർ എന്ന നിലയിൽ തന്നെ ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. എന്താണെങ്കിലും HFCയിൽ നിന്ന് ഗോവയിലേക്ക് ഒരു പ്ലെയർ പോകുമ്പോൾ ഗോവയിൽ നിന്ന് തിരിച്ച് ഒരു പ്ലെയർ HFCയിലേക്കും കൂടി എത്തുന്നുണ്ട്. മറ്റാരുമല്ല, ദേവേന്ദ്ര മുർഗോക്കർ എന്ന് പറയുന്ന സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള താരമാണ്. 25 വയസ്സുകാരനായിട്ടുള്ള പ്ലെയറാണ്. ഇപ്പം ഡുറൻ കപ്പിൽ ഗോവയ്ക്കൊക്കെ വേണ്ടി കളിച്ചിരുന്നു. നല്ല പെർഫോമൻസ് ആണ് നടത്തിയത്. ISL സോഫാർ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 3 ഗോള് 3 അസിസ്റ്റ്, ഒരുപാട് 10-40 മാച്ചിന് മുകളിൽ കളിച്ചിട്ട് ഒക്കെ ഉള്ളൂ. പക്ഷേ ഈ ഡുറൻ കപ്പിൽ അദ്ദേഹം 3 മാച്ചിൽ നിന്ന് 2 ഗോളും 2 അസിസ്റ്റും ഒക്കെ നടത്തി. പ്രത്യേകിച്ച് അദ്ദേഹം ആ ഗോവയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ തന്നെയാണ്. പ്രത്യേകിച്ച് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ HFC പോലുള്ള ക്ലബിലേക്ക് പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി, ഗെയിം ടൈം ഒക്കെ കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മറ്റൊരു താരം കൂടി HFCയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ചെന്നൈയിൻ FCയുടെ താരമായിട്ടുള്ള ആയുഷ് അധികാരി എല്ലാവർക്കും അറിയാം, മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ്. പക്ഷേ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ചെന്നൈയിൻ FC ഏതാണ്ട് ഒരു 50 ലക്ഷം രൂപ മറ്റോ ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്തിട്ടാണ് സ്വന്തമാക്കുന്നത് ഈ ഒരു താരത്തെ. സോ ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം HFCയിലേക്ക് പോകുന്നൊരു മൂവായിട്ട് മാറുന്നത്. അപ്പം ചെന്നൈയിൻ FCയെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടക്കച്ചവടമായിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2 താരങ്ങൾ ലോണിൽ പോകുന്നു. ഒന്ന് തോമസ് ചെറിയാൻ എന്ന് പറയുന്ന സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള താരമാണ്. അദ്ദേഹം 19 വയസ്സുകാരനായിട്ടുള്ള പ്ലെയറാണ്. ഇപ്പം നിലവിൽ ഇന്ത്യയുടെ അണ്ടർ-20 ടീമിലൊക്കെ കളിക്കുന്നൊരു പ്ലെയറാണ്. സോ അദ്ദേഹം ഒരു ലോണിൽ ഈ സീസണിൽ പോകുന്നുള്ള കാര്യം ഏതാണ്ട് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് മിക്കവാറും ഇന്ത്യൻ ആരോസിലേക്ക് ആയിരിക്കും എന്നുള്ളതാണ്. സോ അദ്ദേഹം ചർച്ചിൽ പ്രദേശിലേക്കാണ് പോകുന്നത്. എന്താണെങ്കിലും ഗെയിം ടൈം അദ്ദേഹത്തിന് അവിടെ കിട്ടട്ടെ തീർച്ചയായിട്ടും. സോ ഇനിയും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഐ ലീഗിൽ കളിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരം തന്നെയാണ്. പിന്നെ ബികാഷ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള താരം മുഹമ്മദനിലേക്ക് ഒരിക്കൽ കൂടി ലോണിൽ പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിലാണ് ഈ ഒരു താരത്തെ, ലെഫ്റ്റ് വിങ്ങറായിട്ടുള്ള താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നത്. പിന്നീട് ലോണിൽ വിടുകയായിരുന്നു. ലോണിൽ മുഹമ്മദന് പോയി അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. അവരുടെ സ്റ്റാർട്ടിംഗ് 11 പ്ലെയർ തന്നെയായിരുന്നു ആ ലെഫ്റ്റ് വിങ്ങിൽ. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും KBFCയിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഇപ്പം പ്രീ സീസണിൻ്റെ ഭാഗമായിട്ടൊന്നും അങ്ങനെ അധികം ഉപയോഗിച്ചില്ല. പ്രത്യേകിച്ച് ഡുറൻ കപ്പിലൊന്നും അദ്ദേഹത്തിൻ്റെ കളി തന്നെ കാണാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചിട്ടില്ല നമുക്ക്. അപ്പം ഒട്ടും ഉപയോഗിക്കാതെ തന്നെ വീണ്ടും ഒരു ലോണിലേക്ക് അദ്ദേഹം പോവുകയാണ്. 1 വർഷം കൂടി ലോൺ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഇത് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു, അത് ട്രിഗർ ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സുമായിട്ട് 2026 വരെ കോൺട്രാക്റ്റ് ഉള്ളൊരു താരമാണ് ബികാഷ് സിംഗ്. എന്താണെങ്കിലും ഇനി ഈ ഒരു അവസാന നിമിഷങ്ങളിൽ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെയാണ്. അപ്പോൾ വാർത്തകൾ എന്താണെങ്കിലും ഉടനെ അതൊക്കെ പുറത്തേക്ക് വരുമായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ കാണിക്കും. ഞാൻ സനിയ.